എല്ലാ മോളി ഇന്റെ മോന്റിയോളെങ്ങനെ ഇന്നലെ കല്യാണം കഴിഞ്ഞിക്കല്ലുള്ളൂ. ഇവിടെ എന്താ മിഷൻ ആറ്റുണ്ട് ആളെന്ന് നോക്കുവേ. വൈ വാലാട്ടുമ്മേ അറിയാലോ മൂത്രമൊഴിക്കാനോ തൂർവാനാന്ന്. ഞാൻ പിന്നെ ഞങ്ങളോട് പറയണ്ടേ, കല്യാണം ഇന്നലെ കഴിഞ്ഞിക്കല്ലാണ്ടുണ്ടാ? അമ്മേ, മീന് ഞാൻ മുറിക്കാനാ? ആ ഇനി ഇങ്ങ് മുറിച്ചാ. ഇത് എവിടുന്നാ മുറിക്കണ്ടേ? ഇവിടെ ഇരുന്നിട്ട് ഇങ്ങ് മുറിച്ചാ. മോളിയെ വീണ അടക്കൊന്നും കിട്ടുന്നില്ലേ? ഞാളോട്ട് അങ്ങോട്ട് കാര്യലുമില്ല എടുക്കലുമില്ല. ഇഞ്ഞെന്ത് നമ്മളെ അരുവാളിന്റെ മൊഞ്ചു വെക്കുന്ന ആടെ ഇരുന്നിട്ട് ഇങ്ങ് മുറിച്ചാ. ഇന്റെ മോന്റിയൊക്കെ എല്ലാ പണിയും അറിയാലോ. കടലമ്മ കരഞ്ഞല്ല പെട്ടത്, കണ്ണീരല്ലമ്മ വെള്ളലിക്കട്ട്. ഇവളെന്നാ മീൻ മുറിക്കുന്നതാണോ അതോ മീനെ തലോടുന്നതാണോ? എന്തിനാ നാരായണിയടുത്ത് നിങ്ങളിങ്ങനെ ചിരിക്കുന്നേ? മോന്റിയോള് മീൻ മുറിക്കുന്ന നോക്കിയാണ്. ഇപ്പോഴത്തെ കുട്ടിയൊക്കെല്ലാം അത്തിരിയാന്ന് അറിഞ്ഞോടും മീൻ മുറിക്കുന്നല്ലോ. നാളെ സ്കൂളിൽ പോയിട്ട് പഠിച്ചതല്ലേ മീൻ മുറിക്കുന്നത്. എല്ലാ ആളെ നിന്റെ അടുത്ത് മീൻ മുറിക്കലൊന്നും ഇല്ല. നാള് മുറിച്ച മീനമ്മേ വാങ്ങിക്കല്. ഇനി അവിടെ വെച്ചേക്ക്, ഞാനത് തിരുമ്പിയിട്ട് അങ്ങ് മുറിക്കും. മീനൊന്നും മുറിക്കാൻ അറിഞ്ഞൂടല്ലേ? ഇനി മുറിക്കുവാ? എനക്കറിഞ്ഞൂടെ? എല്ലാം കൊറേ അടക്കണ്ടല്ലോ. കൊറേ കിട്ടുന്ന ലോളം എടുക്കുന്നില്ല, എനിക്ക് ഇത്തിരിയാ കിട്ടിയുള്ളൂ. ഞാൻ പോട്ടെ എന്നാലേ. ഇനി എവിടെയാ പോന്ന്? ഞാൻ ഇവിടുത്തെ പുതിയ പെണ്ണിനെ ഒന്ന് കാണട്ടെ. എന്ത് കാണുവാനാ? ഒരു പണിയും അറിഞ്ഞു. എന്തായാലും ഞാനൊന്ന് കാണട്ടെ. ഓളിയെ കാക്കാതെ മീൻ കൊത്തുന്ന്. ആ പെണ്ണ് മീൻ മൂടാണ്ടിട്ട് വെച്ചങ്ങ് പോയതാ. അല്ല എന്റെ മോന്റിയോളെ എടുത്തു. എന്തെന്നാ പറയണ്ടേ, ഒരു മീൻ മുറിക്കുന്നതും കൂടി അറിഞ്ഞൂടാ. ശാന്ത എടുത്ത് നിങ്ങൾ കാര്യം ഇരിക്കേ. അശ്വതിയാ, ചോറ് വെന്തുക്കൊന്ന് നോക്കിയാനെ. ചോറ് വെന്തുക്കൊന്ന് നോക്കുവാൻ പറഞ്ഞാച്ചിക്കുണ്ട്. അറിയാവോന്ന് ആർക്കറിയാ? ആ അല്ല അങ്ങ് റെഡി ആവടോ. ഓളിങ് വന്നിക്കല്ലാണ്ടുണ്ടാ. ഇവനൊന്ന് കൊണ്ടുവന്നാല് ഞാൻ വിചാരിച്ചിക്കനെ എനിക്ക് അടുക്കളയെന്നൊന്നും ഇവാന്ന്. അല്ല പൊന്നെല്ലാം കൊറേ ഉണ്ടാ? ഉണ്ടെങ്കിൽ ലോക്കറിൽ കൊണ്ടാച്ചിയൊക്കെ കള്ളന്മാരിലുള്ള കാല. ലോക്കറിൽ എന്തിനാ വെക്കുന്നേ? എൻ്റെ അളുമാരിയിൽ വെച്ചങ്ങ് പൂട്ടാലോ. അതിലൊന്നും ഒരു കള്ളനും കൊണ്ടുപോകല. ഞാൻ നല്ല ട്രാവൽ ഏജൻസി പോയിട്ട് ടിക്കറ്റ് വാങ്ങിച്ചിട്ട് തരാം. അല്ല, നമുക്ക് കണ്ണൂരിന്നാ തായ്ലൻഡിലേക്ക് ഫ്ലൈറ്റ് ഉള്ള? ഇല്ല, നമ്മൾ കണ്ണൂരിൽ നിന്ന് കൊച്ചി പോയിട്ട് കൊച്ചിയിൽ നിന്നാണ് നമുക്ക് തായ്ലൻഡിലേക്ക് പോകുന്നത്. മോളെ, നിങ്ങൾ വിദേശ യാത്ര പോകുന്നതല്ലേ? എന്റെ പൊന്നല്ലേ അമ്മേന്റെ അടുത്ത് തന്നെയൊക്കെ ഞാൻ അളുമാരിയിൽ വെച്ച് പൂട്ടു. ഇതെല്ലാം അമ്മേന്റെ അടുത്ത് എന്ത് തരാനാ? ഇത് ഞാൻ തന്നെ വെച്ചോളാം. ഇതല്ല മോളെ ഞാൻ പറഞ്ഞേ, ഇനി കല്യാണത്തിന് ഇട്ടിക്കില്ലനാ, അതാ ഞാൻ പറഞ്ഞേ. അതെല്ലാം റെന്റൽ ഓർണമെന്റ്സ് അമ്മേ. രണ്ടല്ലോ അമ്മേ, അതെല്ലാം ഓള് വാടകയ്ക്ക് എടുത്തതാ. അടകക്ക ഓളും മോളെ പറ്റിച്ചതാ. ചോദിക്കട്ടെ ഞാൻ ഓളോട്. അശ്വതിയെ, എനിക്ക് എത്ര പവന അതിന്റെ അടുത്ത് തന്നേ? പവനാ? എനിക്ക് കയ്യിലും കഴുത്തിലുള്ളതുള്ളൂ അമ്മ. കഴുത്തിലുള്ള എന്റെ മോൻ കെട്ടിയതല്ലേ? ഒരു പെണ്ണ് ഇവിടെ ഉണ്ടായിട്ടും ആദ്യം ഓനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച എന്തിനാന്നാ? പൊന്ന് കിട്ടുമെന്ന് വെച്ചിട്ട് തന്നെയാ. ഇപ്പോഴത്തെ നാട്ടു നടപ്പനുസരിച്ച് ഒരു 30 പവനെങ്കിലും കൊടുക്കുവല്ലേ? അത് വിചാരിച്ചിട്ടല്ല ഞാളൊന്നും പറയാണ്ടിരുന്നേ. ഇതിങ്ങനെ വാടകേന്റെ വാങ്ങിയിട്ട് വരുന്ന ഇങ്ങാർക്കും തിരിഞ്ഞിക്കാ. അമ്മേ, ഏട്ടനെ വിളിക്ക്, ഒരു തീരുമാനം ഇപ്പൊ ഉണ്ടാക്കണം. ഓക്ക് തായ്ലൻഡിൽ തന്നെ ട്രിപ്പ് പോണം. മോളിയെ ഇന്റെ കൈക്കോട്ടിതാ. ആടെ വെച്ചേക്ക് നാരായണി എടുത്തിയെ. ഞാൻ മിറ്റത്തൂത്ത് ഇങ്ങനെ ആലോചിക്കുന്നത്. എന്ത് പറയാനാ നാരായണി എടുത്തിയെ? ഒന്നിനെ കൊണ്ടുവരുമ്പോ എന്തെങ്കിലും ഒരു പൊന്നു കൊടുക്കുവല്ലേ? ഒരു സാധനം ഓല് കൊടുത്തിട്ടില്ല. ആ എന്താ ഒരു നാട്ടുകടുപ്പില്ലേ? ഓള് മുക്ക് വണ്ടവും വാടകയൊക്കെ എടുത്താന്ന് വന്നേ. ഇനി അങ്ങനെ വിട്ടാ പറ്റൂല. വിളിക്ക്, ഓളെ പൊരക്കാതെ വിളിക്ക്.
നാളെ എന്തായാലും ഉള്ള അമ്മ വരുന്നുണ്ട്, ചോദിക്കാണ്ട് ഞാൻ വിടുവല്ല. ഓളി അമ്മ വന്നിട്ട് ഇനി ചോയ്ക്ക്, എല്ലാം നമുക്ക് നാട്ടുകാരോട് അറിയാലോ. ഇനി എന്റെ റൂമിൽ കയറിക്കാ. എന്റെ റൂമിൽ ഇനി കാരണ്ട, എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ തിരിയൂല. മോനെ, ആമേ എന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്നാ അമ്മേ? എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം വിചാരം ഉണ്ടോ? എന്തെന്താ അമ്മേ? മുക്ക് പണ്ടോട്ടാ അവള് വന്ന്, ഒരു തരി പൊന്നോളയിലില്ല. മുക്ക് വേണ്ട. ആ, നിങ്ങൾ ടൂറ് പോകുമ്പോ പൊന്നല്ല എൻ്റെ തരുവാൻ പറഞ്ഞാ ഞാൻ അവളോട്, ഞാൻ അളുമാരിയിൽ വെച്ച് പൂട്ടാന്ന്. അന്നേരം ഓള് പറയുന്ന എൻ്റെ അടുത്തുള്ളതെല്ലാം വാടക എടുത്തതാന്ന്. വാടകക്കാ? എന്നൊന്നും അറിയണല്ലോ അത്. അശ്വതി, നീ കല്യാണത്തിന് എന്നാ വാടകക്കുള്ള പൊന്നുവിട്ടാ വന്നേ നമ്മ പറഞ്ഞേ? ഏട്ടാ അത് ഞാൻ റെന്റൽ ജ്വല്ലറിയാ എടുത്തത്. നിങ്ങളിതിനൊന്നും ചോദിച്ചിട്ടില്ല. റെന്റൽ ജ്വല്ലറിയാ? ആ, കല്യാണത്തിന് നിങ്ങൾ ഗോൾഡ് ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ ഏട്ടൻ, പിന്നെ പറഞ്ഞിട്ടില്ലേ? അപ്പൊ ഇനി അണിഞ്ഞൊരുങ്ങിയിട്ട് നാട്ടുകാരെ ഞാളെല്ലാം പറ്റിച്ചതാ? അങ്ങനെ ചോദിക്കട്ടാ, ഉഡായിപ്പ് ഫാമിലിന്ന് ഏട്ടൻ കല്യാണം കഴിച്ച ഇവളെ കണ്ടരേ എനക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. മുക്ക് വണ്ടം കാണിച്ച് ഞാളെ പറ്റിക്കേണ്ട ആവശ്യമില്ല കേട്ടാ. ഓളമ്മ വരുന്നുണ്ടല്ലോ ഇന്ന്, എന്നിട്ട് ചോദിച്ചോക്കെ, എന്നിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം. അതിന് തന്നെയാ ഞാനും കാത്തു നിന്നെ. ഓള വരട്ടെ, നമുക്ക് ചോദിച്ചു നോക്കാലോ. അമ്മ ഓലുണ്ട് വന്നിക്ക്. ആ, വാ കയറി ഇരിക്ക്. ഏച്ചി അമ്മേനുണ്ട് വന്നിക്ക്. അമ്മേ, എന്തല്ല അനീഷയുടെ പോയി? ട്രിപ്പ് എവിടെയോ പോയിട്ടുണ്ട്. ആന്റി ഉണ്ടല്ല? എന്നാലും വസന്ത, നിങ്ങൾ ചെയ്ത വലിയ മോശമായിപ്പോയി. എന്തേനും മോളി? നിങ്ങൾ മുക്ക് കണ്ടോട്ട് പെണ്ണിനെ കല്യാണ പന്തലേക്ക് കായനാ? അതിനെന്നാ കുഴപ്പം? എൻ്റെ മോള് ഇഷ്ടമല്ലത്. നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവുമല്ല. ഒരു നാട്ടു നടപ്പില്ലേ, ഒരു 30 പവനെങ്കിലും കൊടുക്കാണ്ട് ഒരു പെണ്ണിനെ ഇപ്പം കല്യാണം കഴിച്ചാക്കും ആരെങ്കിലും? ഞാൻ എന്തായാലും നിങ്ങൾക്ക് ചായ എടുക്കട്ടെ, എൻ്റെ മോൻ വന്നിട്ട് ഒരു തീരുമാനം എടുക്കാം. എല്ലാം മോളെ കല്യാണം കഴിഞ്ഞ് 2 ദിവസമേ ആയിക്കുള്ളൂ, ഇവരെന്തല്ല പറയുന്നേ? എനിക്ക് അറിഞ്ഞൂടമ്മേ, എനിക്ക് ഇവിടെ നിൽക്കാൻ പേടിയാ. നിങ്ങൾ തിരിച്ചു പോകുമ്പോ ഞാനും വരട്ടെ. ഇനി ഒന്ന് വിളിച്ചു പറഞ്ഞിട്ട് അച്ഛനും കൂടി വരൂല നമ്മള്? ആ, എന്തല്ല കൊറേ വന്നിട്ട്? എല്ലാം മോനെ അമ്മയല്ല എന്തല്ല പറയുന്നേ? ഞാൻ പറഞ്ഞതാ ഇപ്പം കുറ്റം? മുക്ക് കൊണ്ടോ ഒട്ടിച്ച് പറഞ്ഞാക്കുകയും ചെയ്തിട്ട് വാ, നിങ്ങൾ ചായ കുടിച്ചോളി. നിങ്ങളെ ചായ ഒന്നും ഞാക്ക് വേണ്ട. വാ മോളെ എണീക്ക്. എടാ ഓലത് ഇറങ്ങിപ്പോന്ന് വിളിക്കേ. ഇതെന്താ നിങ്ങൾ പോന്നാ? ഞാളെ മോളെ വിഭജിക്കുക വിസ്മയാക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞാളിവലിക്കൊരു വീടെടുക്കാനാണ് തീരുമാനിച്ചത്, അല്ലാണ്ട് സ്വർണ്ണയല്ല. ഓലിക്കുള്ളൊരു പെണ്ണ്, അത് ഓസിക്കങ്ങ് മനസ്സിലാവും. എനിക്ക് വളമാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന എല്ലാം ഞാള് നോക്കൂടെ അവളെ.